ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശവും ഓർമ്മപ്പെടുത്തിയാണ് മെയ് ദിനം ആചരിക്കുന്നത്. 80ഓളം രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നുണ്ട്. 1886 ചിക്കാഗോയിലെ AM മാർക്കറ്റിൽ രക്തസാക്ഷികളായ തൊഴിലാളികളുടെ ധീരസ്മരണയ്ക്ക് മുന്നിലാണ് ഓരോ തൊഴിലാളി ദിനവും ആചരിക്കപ്പെടുന്നത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ലോകം മുഴുവൻ മുഴങ്ങിയതിന് മെയ് ദിനം സാക്ഷിയാണ്. മെയ് ദിന ആശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പുരോഗതിക്കായി സ്ഥിരോത്സാഹത്തോടെ പ്രയത്നിക്കുന്ന എല്ലാവർക്കും മെയ് ദിനാശംസകൾ നേരുന്നതായി ഗവർണർ പറഞ്ഞു. തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്താനും ഒരുമയിലൂടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. മെയ് ദിനത്തിലെ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൊഴിലവകാശങ്ങൾക്കായി ലോകമെങ്ങും അലയടിച്ചുയർന്ന സമരപ്രസ്ഥാനങ്ങളുടെ സ്മരണ പുതുക്കാനുള്ള അവസരമാണ് മെയ് ദിനമെന്ന് മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ചൂഷണങ്ങൾക്കെതിരെ സംഘടിക്കാനും അവകാശ സമരങ്ങൾ നയിക്കാനുമുള്ള തൊഴിലാളികളുടെ പരിശ്രമങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. വിദ്വേഷ പ്രചാരണത്തിനും അക്രമത്തിനും അടിച്ചമർത്തലുകൾക്കുമെതിരെ അടിയുറച്ച വർഗബോധത്തിൽ അധിഷ്ഠിതമായ സമരപ്രസ്ഥാനം ഉയർന്നുവരിക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.